ഇപ്പോൾ ഈ മാസം തന്നെ ഈ പാർട്ടി ഘടകങ്ങൾ LDF പൊതുവെ ഇതെല്ലാം പരിശോധിച്ച് എന്ത് സംഭവിച്ചു, തിരിച്ചെവിടെ ഉണ്ടായി എന്ന് കണ്ടെത്തുമെന്നാണ്, പ്രത്യേകിച്ചും കോട്ടയം മലപ്പുറം ജില്ലകളിൽ. അപ്പോൾ അങ്ങനെ ഒരു LDFിലെ ഘടകകക്ഷികൾ ചേർന്ന് തീരുമാനിച്ചത് ഇങ്ങനെ പഠിച്ച് ഒരു റിപ്പോർട്ട് ഇടുക, LDF അതിനനുസരിച്ച് നയം തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തന്ത്രം. അജിംസ്, സാധാരണഗതിയിൽ CPM ഇങ്ങനെ ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ടൊരു വിവാദങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ CPM എടുക്കുന്ന കീഴ്വഴക്കം എന്ന് പറയുന്നത് LDF യോഗം ചേരുമ്പോൾ CPM വിലയിരുത്തിയ കാര്യങ്ങൾ അത് LDF-ൽ അവതരിപ്പിക്കും. അത് LDF ഘടകകക്ഷികളുടെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ള നിലപാടാണ് സാധാരണഗതിയിൽ സ്വീകരിച്ചു പോകുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് CPM-ന്റെ മാത്രം ഒരു ഉത്തരവാദിത്തം മാത്രമല്ല എന്ന് വരുത്തിത്തീർക്കാനുള്ള ശ്രമമാണോ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായൊരു ആലോചന CPM-ന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതുകൊണ്ടാണോ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ CPM പറഞ്ഞിരിക്കുന്നത് എല്ലാ പാർട്ടികളോടും അവരുടേതായ നിലയിൽ നേതൃയോഗങ്ങൾ ചേർന്ന് പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശമാണ് CPM എന്തായാലും നൽകിയിരിക്കുന്നത്. CPM-ഉം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള പരിശോധന നടത്തും. അതിനായി CPM നേരത്തെ സെക്രട്ടേറിയറ്റ് തന്നെ താഴെത്തട്ടിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബൂത്ത് തലങ്ങളിൽ പരിശോധിച്ച് ബൂത്തുകളിലെ പ്രവർത്തകരിൽ നിന്ന് ഉള്ള അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ച് അതിന് മുൻഗണന നൽകിയുള്ളൊരു പരിശോധന നടത്തണമെന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഘടകകക്ഷികൾക്കും അതേ നിർദ്ദേശം നിലവിൽ CPM നൽകിയിട്ടുള്ളത്. എത്രമാത്രം ഈ പരിശോധന ഫലവത്താകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. CPM എന്തായാലും CPI-യുടെ സമ്മർദ്ദം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം PM ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് CPM-ന് പോകേണ്ടി വന്നു, LDF-ന് പോകേണ്ടി വന്നു. ഒപ്പം തന്നെ CPI-യുടെ നിലപാടിന് അവസാനം വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഘട്ടമുണ്ട്. ആ നിലപാടും തന്നെ തുടരാനാണ് എന്തായാലും CPI തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് CPM എടുത്ത നിലപാടിന് വിരുദ്ധമായി തോൽവിയുടെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് CPM-നെ കൂടി കുറ്റപ്പെടുത്തുന്ന നിലയിൽ സ്വർണ്ണക്കൊള്ളയും ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടാക്കിയ ഭിന്നത, അത് ന്യൂനപക്ഷങ്ങൾക്കുണ്ടാക്കിയ ഒരു അരക്ഷിതാവസ്ഥ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. അതിന് പ്രധാന കാരണം CPM സ്വീകരിച്ച 2 നിലപാടുകളാണ് എന്ന് തുറന്നു പറയുകയാണ് CPI നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആവർത്തിക്കുകയാണ് CPI നേതാക്കളും ചെയ്യുന്നത്. അതിനർത്ഥം എന്തായാലും CPM-ന് ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് CPI നിലവിൽ വലിയ പരിശോധന നടത്തുന്നതിനൊക്കെ മുമ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. CPM-ന് മേൽ CPI ഇതേ സമ്മർദ്ദം എന്തായാലും ചെലുത്താനാണ് സാധ്യത. ഒപ്പം തന്നെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് കൂടിയാലോചന വേണം. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ തലത്തിലും ഒപ്പം തന്നെ പാർട്ടി തലത്തിലും ഒക്കെ ഏതൊക്കെ തരത്തിൽ, മുന്നണി തലത്തിലുമൊക്കെ ഏതൊക്കെ തരത്തിൽ നയപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്ന കാര്യം ആലോചിക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം CPM ഒറ്റയ്ക്കെടുത്ത ഘട്ടത്തിൽ വലിയ വിവാദമാവുകയും അതിൽ CPI സമ്മർദ്ദം വിജയിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ CPI LDF-ൽ മുന്നോട്ട് വെച്ച കാര്യം ഇനിയെങ്കിലും മന്ത്രിസഭാ യോഗം ചേരുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസമോ CPI സെക്രട്ടറിമാർ തമ്മിൽ ആശയവിനിമയം നടത്തണമെന്നുള്ളതാണ്. അത് നിലവിൽ അതിനുശേഷം തുടരുന്നുമുണ്ട്. അങ്ങനെയുള്ള സമ്മർദ്ദം തുടരാൻ തന്നെയാണ് എന്തായാലും CPI തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ പോകാൻ കഴിയില്ല. ഇങ്ങനെ പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകും. അത് രാജ്യത്ത് തന്നെ ഏക ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം നഷ്ടപ്പെടാനുള്ള കാര്യത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ എന്ത് സമ്മർദ്ദത്തിനും തങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലപാടാണ് CPI സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതും അറിയേണ്ടതാണ്. CPM ഇക്കാര്യത്തിൽ ഇവരെ കൂടി മുഖവിലക്കെടുത്ത് ഇങ്ങനെയൊരു തിരുത്തൽ, ഇങ്ങനെയൊരു പരിശോധന, ഇങ്ങനെയൊരു മാറ്റം, നയപരമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുമ്പോൾ ഉള്ള കൂടിയാലോചന ഒക്കെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള ഒരു സൂചനയാണ് നിലവിൽ എന്തായാലും മറ്റ് പാർട്ടികളോടുകൂടി പൂർണ്ണമായും ശരിയായ നിലയിലുള്ള പരിശോധന നടത്താനും അതിനുശേഷം ഒരു സമഗ്രമായ വിശകലനത്തിലേക്ക് കടക്കാം, അവലോകനത്തിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിലേക്ക് നിലവിൽ എന്തായാലും മുഖ്യമന്ത്രിയും CPM-ഉം എത്തിയത്. അത് ഏത് തരത്തിൽ ഫലവത്താകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ജിംസ്.